കോഴിക്കോട് കാവിലുംപാറ ചൂരണിയിൽ ദമ്പതികളെ ആക്രമിച്ച കുട്ടിയാന ജനവാസ മേഖലയിൽ വയനാട്ടിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘമെത്തി ആനയെ മയക്കുവെടി വയ്ക്കും. വിവരങ്ങളുമായി ഇപ്പോൾ മേഘ മാധവൻ ചേരുകയാണ്. മേഘ, ഇത് കുട്ടിയാന എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായത്തെ സംബന്ധിച്ചൊക്കെ വനംവകുപ്പ് പറയുന്നുണ്ടോ? നിലവിലുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? വനംവകുപ്പ് ഈ വെടിവയ്ക്കുന്ന ഈ ആന ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വനംവകുപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ? സിജു, അതായത് തോട്ടിൽപ്പാലം കരിങ്ങാടാണ് കഴിഞ്ഞ ദിവസം ദമ്പതികളെ കുട്ടിയാന ആക്രമിച്ചത്. ആ ആനയെ തന്നെ വീണ്ടും ചുരുണിയിൽ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, RR ടീം എല്ലാം തന്നെ ഈ സ്ഥലത്തുണ്ട്. ഈ ആനയെ പിടികൂടാൻ എന്നത് ഈ മയക്കുവെടി വെക്കാൻ ഡോക്ടർമാരുടെ സംഘം എത്തേണ്ടതുണ്ട്. തിരുനെല്ലിയിൽ നിന്നും അല്പസമയത്തിനകം തന്നെ ഡോക്ടർമാരുടെ സംഘം ഈ പ്രദേശത്ത് എത്തും. നാട്ടുകാർക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് ഈ കുട്ടിയാന കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ദമ്പതികൾ ആക്രമിച്ചതിന് പിന്നാലെ പലതരത്തിൽ കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് കാട്ടാനയെ പിടികൂടുന്ന ഒരു ആവശ്യവുമായി നാട്ടുകാർ ചെറിയ പ്രതിഷേധമൊക്കെ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നത്, നേരത്തെ ഒരു ഡോക്ടറെ ഇതിനായി നിയോഗിച്ചിരുന്നെങ്കിലും ചില പ്രശ്നങ്ങളായി അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിച്ചില്ല. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം തന്നെ തിരുനെല്ലിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം ഈ പ്രദേശത്ത് എത്തി മയക്കുവെടി വെക്കും എന്നതാണ് പറയുന്നത്. അതിന് പിന്നാലെ ഈ പ്രദേശത്തെ ആളുകളൊന്നും തന്നെ ആന ആക്രമിച്ചിട്ടില്ല. പക്ഷെ വ്യാപകമായ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടോ? ഇതൊക്കെ തന്നെയും കണക്കിലെടുത്തുകൊണ്ടാണ് നാട്ടുകാർ എത്രയും പെട്ടെന്ന് ഈ ആനയെ മയക്കുവെടി വെക്കണം എന്നൊരു ആവശ്യം മുൻപോട്ട് വെക്കുന്നത്. ഏതായാലും അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ തിരുനെല്ലിയിൽ നിന്നും വയനാട്ടിൽ പ്രത്യേക ഡോക്ടർമാർ എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. ശരി, മേഘ മാധവനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.